ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഭാരതത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘം നാളെ വത്തിക്കാനിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വത്തിക്കാൻ സന്ദർശിക്കുകയെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. വത്തിക്കാനിൽ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ഭാരതത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘം പങ്കെടുത്ത് ആശംസ അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തും. ഭാരതീയർക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും ഏറെ അഭിമാന നിമിഷമാണ് ഫാദർ ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൾ സ്ഥാനാരോഹണമെന്നും മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം വാങ്ങുമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ ഡെലിഗേഷനായിട്ട് നാളെ പോകുന്നു. 7-ാം തീയതി അവിടെ ഉണ്ടാവും. സെറിമണിയിൽ ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബെസ്റ്റ് വിഷസ് കൊടുത്ത് മാർപ്പാപ്പ പോപ്പിനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ മടങ്ങി വരും. അത് പറയാനാണ് ഇന്ന് ഞങ്ങളെല്ലാവരും വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വലിയൊരു പ്രിവിലേജ്, ഒരു ഓണറാണ്, ഇന്ത്യക്ക് ഒരു ഓണറാണ്. ഫാദർ കൂവക്കാടിൻ്റെ ഈ ഓർഡിനൻഷിപ്പും അദ്ദേഹം ഒരു കാർഡിനലായി, ഫസ്റ്റ് കാർഡിനൽ ഹു വാസ് നോട്ട് ബീൻ എ ബിഷപ്പ്, ആൻഡ് വി വിഷ് ഹിം ഓൾസോ വെരി മച്ച് സക്സസ്. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നേരിട്ട് ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ആശംസ അറിയിക്കാൻ മാത്രമാണ് സംഘം പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളെ രാവിലെയാണ് പ്രതിനിധി സംഘം യാത്ര തിരിക്കുക. നമുക്ക് ഏറ്റവും അധികം സൗഭാഗ്യമുള്ളത് കേരളത്തിൽ നിന്ന് ഒരു കർദിനാൾ ഇപ്രാവശ്യമുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സംഭവത്തെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇതുപോലൊരു പ്രതിനിധി സംഘത്തെ ഈ ഒരു പരിപാടി ചടങ്ങിലേക്ക് വത്തിക്കാനിലേക്ക് അയക്കുന്നത്. ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും കൂടാതെ അനിൽ ആന്റണി, അനൂപ് ആന്റണി, സത്നാം സിംഗ് സന്ധു, കൊടിക്കുന്നിൽ സുരേഷ്, ടോം വടക്കൻ എന്നിവരാണ് ഔദ്യോഗിക പ്രതിനിധി സംഘത്തിലുള്ളത്. ജനം, ഡൽഹി.